ഗുരുവായൂർ തൃശ്ശൂർ റോഡിൽ തൈക്കാട് ഉള്ള ഓട്ടോ ക്ലിനിക് ലോഹിതാക്ഷൻ ആശാൻ്റെ ഗറാഷാണിത്. തുള്ളുവണ്ടിയുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് തോന്നുന്നു. വളരെയധികം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു ഗറാഷാണിത്. ഇവിടുത്തെ ലോഹിതാക്ഷൻ ആശാനാണ് നടന്നു പോയത് നമുക്ക് കാണുന്നത്. അപ്പോൾ പുള്ളിക്ക് ഗൾഫിലൊക്കെ പണ്ട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇതാണ് അദ്ദേഹം. അപ്പോൾ പുള്ളി നമ്മുടെ പോപ്പുലർ ഓട്ടോമൊബൈൽസ്, നമ്മുടെ പൈലേട്ടൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളാണെന്നാണ് പുള്ളിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പൈലേട്ടൻ്റെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. ഇതൊരു അത്യാവശ്യം എല്ലാത്തരം മോഡേൺ ആയിട്ടുള്ള പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങൾ തന്നെയാണ് ഇവിടെയും അവർ പണിയുന്നത്. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ എല്ലാ ഗറാഷുകൾക്കും ഒപ്പം ഓടിയെത്താൻ സാധിക്കാറില്ല. പലപ്പോഴും പലരും ഏതിലാണോ, അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അംബാസഡറിൻ്റെ കാലഘട്ടങ്ങളിലേക്ക് മാരുതിയിലേക്ക് കടന്നു, മാരുതിയിൽ നിന്ന് ഹോണ്ട, ഫോർഡ്, ഹണ്ടായിലേക്കൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വാഹനങ്ങളുടെ ഒന്ന് മാറി. ഇപ്പോൾ പ്രീമിയം വാഹനങ്ങൾ സുപരിചിതമായി മാറി. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചില ഗറാഷുകളൊക്കെ ആ കാലത്തിൻ്റെ മാറ്റങ്ങൾക്ക് ഓടിപ്പോകാതെ അമ്മാവന്മാരായി മാറി എന്ന് പുതിയ തലമുറ പറയുന്ന ഒരു ഇതിലേക്ക് വരെ, അതായത് മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ മാറാൻ പറ്റാതെ ആ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയിന്ന ഒരുപാട് ഗറാഷുകൾ നമ്മുടെ ഉണ്ട്. അവരാരും മോശക്കാരായിട്ടല്ല, അവരുടെ ഇത് രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. എങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് സർവീസ് കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഗറാഷുകൾക്ക് ആധുനികമായ കാര്യങ്ങൾക്ക് അതിനനുസരിച്ച് മാറി വന്നെങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയോടൊപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനോടും ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം കസ്റ്റമേഴ്സിന് കയ്യിൽ നിന്നാണ് വാഹനങ്ങൾ മാറി വരുന്നത്. അവൻ്റെ മോഡേൺ ആയിട്ടും അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അവൻ്റെ വാഹനങ്ങൾ മാറ്റും. അപ്പോൾ അവനെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഗറാഷും ആ മാറ്റങ്ങൾക്കൊപ്പം തന്നെ മാറി വരണം. അപ്പോൾ ഈ ഗറാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുൻപ് മുതലേ പ്രീമിയം സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യും. ഒപ്പം തന്നെ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ കാലങ്ങളിൽ വാഹനങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു. അതിനനുസരിച്ച് അവർ മാറി വളർന്ന് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി മാറിയിരിക്കുന്നു.